പരിശുദ്ധമായ റബീഉൽ അവ്വലിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മനസ്സിലാക്കിയ ആർക്കും തന്നെ അവിടുത്തെ ജന്മസുദിനത്തിൽ അല്ലെങ്കിൽ ജന്മമാസത്തിൽ ആഹ്ലാദിക്കാനും സന്തോഷിക്കാനും ചെയ്യാതെ മാറി നിൽക്കാൻ സാധ്യമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ മേലങ്ങാടി മജസ്റ്റിക് ഗ്രൂപ്പും പ്രവാസികളും കൂട്ടി നടത്തപ്പെടുന്ന മീലാദ് പരിപാടിയിലാണ് നാം സംഗമിച്ചിട്ടുള്ളത്. സർവശക്തനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് ഇത് കബൂലാക്കുമാറാവട്ടെ. ഇതിനെ സഹകരിച്ച സർവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹമായ പ്രതിഫലം അല്ലാഹു നൽകുമാറാവട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയും പുകഴ്ത്തുകയും അവിടുത്തെ ചര്യ ദീനിൽ പകർത്തലും എല്ലാം അവിടുത്തോടുള്ള ഹുബ്ബിന്റെ ഭാഗമാണ്. നാം ഒരുമിച്ച് കൂടിയത് ഒരു മഹത്തായ സദസ്സിലാണ്. നാം ഈ സദസ്സിന്റെ മഹത്വം മനസ്സിലാക്കുകയാണെങ്കിൽ ആരും തന്നെ ഇതിൽ നിന്ന് മാറി നിൽക്കാതെ ഇതിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹ്ശറയെ പറ്റി പരിചയപ്പെടുത്തിയോടത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരലോക ജീവിതത്തിൽ സിറാത്ത് എന്ന പാലത്തെക്കുറിച്ച് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ആ പാലത്തിന്റെ ദൈർഘ്യവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ അവിടുന്ന് ഉണർത്തിയിട്ടുണ്ട്. എന്നിട്ട് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പാലത്തിന്റെ ദൈർഘ്യം കുറഞ്ഞു കിട്ടാനുള്ള ഒരുപാട് മാർഗങ്ങളിൽ ഒരു മാർഗമായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മത്തിന് 2-3 കാര്യങ്ങൾ ഉണർത്തിയിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ദീനി വിജ്ഞാനങ്ങൾ പറയുന്ന സദസ്സിലേക്ക് നടന്നു വരുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുന്ന് പറഞ്ഞത് ഓരോരോ കാൽപാദത്തിനും സിറാത്ത് പാലത്തിൽ 100 കാൽപാദത്തിന് അവനക്ക് ദൈർഘ്യം കുറക്കുമെന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉണർത്തിയിട്ടുണ്ട്. ഇന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തുകൾ ഇല്ലാതെയായി പോവുകയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മറ്റൊന്ന് സിറാത്ത് പാലത്തിൽ എളുപ്പം കിട്ടാൻ വേണ്ടി അവിടുന്ന് ഉണർത്തിയ മറ്റൊന്ന് ജനാസയുടെ കൂടെ നടക്കുക. ഇന്നിപ്പോൾ അധികവും ആംബുലൻസിൽ പോരുകൊണ്ട് ആരും നടക്കണില്ല. ഓരോരോ സുന്നത്തുകൾ നമുക്ക് മഹത്തായ പ്രതിഫലം നൽകപ്പെടുന്ന ഒരുപാട് സുന്നത്തുകൾ ഇന്ന് ഇല്ലാതെയായി പോവുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നടത്തി സിറാത്ത് പാലത്തിൽ അവന്റെ ഒരുപാട് ദൈർഘ്യം കുറക്കുന്ന നടത്തമാകുന്നു ജനാസയുടെ മയ്യത്തിനോട് കൂടെയുള്ളതായ നടത്തമെന്ന്. പള്ളിയിലേക്കുള്ള നടത്തം ഇങ്ങനെ അറഫ അതുപോലെ ഹജ്ജും ഉംറയുമായി കൊണ്ടുള്ള നടത്തവുമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സിറാത്ത് പാലത്തിൽ എളുപ്പം കിട്ടാൻ വേണ്ടി അവിടുന്ന് നമ്മെ ഉണർത്തിയത്. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. സിറാത്ത് പാലം വേഗം വിട്ടുകടക്കുന്നവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. മറ്റൊന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വർഗത്തിന്റെ തോപ്പുകൾ എന്ന് ഒരുപാട് സ്വർഗത്തിന്റെ തോപ്പുകളായി പരിചയപ്പെടുത്തിയ ഒന്നാണ്. ദുന്യാവിൽ 6 റസൂലുള്ളാഹി പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതിലൊന്നാണ് ഇൽമിന്റെ സദസ്സ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമ് പഠിക്കാനും മനസ്സിലാക്കാനും അതിന്റെ സദസ്സിലേക്ക് വന്നിരിക്കാനൊക്കെ അല്ലാഹു നമുക്ക് സൗഭാഗ്യം നൽകുമാറാവട്ടെ. വിജ്ഞാനം ഈ നശ്വര ലോകത്ത് അതിനെക്കുറിച്ച് ഒരുപാട് പഠിക്കാനുണ്ടെങ്കിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ നശ്വരമായ ദുനിയാവിനേക്കാൾ
ഒരുപാട് ദൈർഘ്യമുള്ള ശാശ്വതമായ ആ ആഖിറത്തിന്റെ വിജ്ഞാനം അതിമഹത്വവും അതിമനോഹരവും അതിഗൗരവമുള്ളതുമാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ഉമ്മത്തിനെ പഠിപ്പിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഓരോരോ അമ്പിയാക്കളും അവരുടേതായ പ്രത്യേകമായ പ്രാർത്ഥനയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ആഖിറത്തിനെ കുറിച്ചുള്ള വിജ്ഞാനങ്ങൾ കൂടുതൽ നൽകാൻ വേണ്ടി ആവശ്യപ്പെട്ടിരുന്നു. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആലമുൽ മലക്കൂത്തിലുള്ള കാര്യങ്ങൾ അല്ലാഹുവിനോട് ചോദിച്ചിരുന്നു. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം അവിടുന്ന് റബ്ബിശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. റഹ്മാനായ റബ്ബേ, ആഖിറത്തിന്റെ വിജ്ഞാനങ്ങൾ അത് വിശാലമായി മനസ്സിലാക്കാനുള്ള ഒരു വിശാലമായ ഹൃദയം എനിക്ക് നൽകണേ എന്ന് റബ്ബിനോട് പ്രാർത്ഥിച്ചിരുന്നു. അതുപോലെ മഹാനായ മൂസാ നബി അലൈഹിസ്സലാം ആ ദുആയിലൂടെ ഒരുപാട് കാര്യങ്ങൾ അല്ലാഹുവിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ശത്രുവായ മനുഷ്യനെ എനിക്ക് മനസ്സിലാക്കാനും ആഖിറത്തിലുണ്ടാകുന്ന പദവികൾ ഓരോന്ന് മനസ്സിലാക്കാനുമുള്ള വിശാലമായ മനസ്സ് എനിക്ക് നൽകണേ എന്ന് ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹിസ്സലാം ഇങ്ങനെ ചോദിച്ചപ്പോ മൂസാ നബി അലൈഹിസ്സലാമിന് അല്ലാഹു അതിൽ നിന്ന് വളരെ തുച്ഛമായ വിജ്ഞാനമാണ് നൽകിയിട്ടുള്ളത്. എന്നാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നബി തങ്ങളെ അല്ലാഹു ആദരിച്ചത് കൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കാതെ നൽകിയതാണ് അലം നശ്റഹ് ലക സദ്റക വവളഅനാ അൻക വിസ്റക അല്ലദീ അൻഖള ലഹ്റക വറഫഅനാ ലക ദിക്റക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അതിമഹത്തായ ഒരു അനുഗ്രഹം അറിയിക്കുന്ന പരിശുദ്ധമായ ഒരു ഖുർആനിലെ ഒരു സൂറത്താകുന്നു അലം നശ്റഹ് സൂറത്ത്. അതിന്റെ വ്യാഖ്യാനം എടുത്ത് നോക്കുമ്പോൾ ഒരുപാട് മഹത്വങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതായി കാണാം. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് റബ്ബിശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി എന്ന് പ്രാർത്ഥിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ആ ഇശ്റാഹ് കൊണ്ട് ആ വിശാലത കൊണ്ട് അവിടുന്ന് മൂസാ നബി അലൈഹിസ്സലാമിന് അവിടുത്തെ അനുയായികളോട് പെരുമാറാനുള്ള ആ വിശാലത അവിടുന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതായി ഇശ്റാഹ് കൊണ്ട് കിട്ടിയിട്ടില്ലെങ്കിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു സൗജന്യമായി കൊണ്ട് അല്ലാഹു നബി തങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അവിടുന്ന് വിഷമമുള്ള സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അലം നശ്റഹ് ലക സദ്റക വവളഅനാ അൻക വിസ്റക അല്ലദീ അൻഖള ലഹ്റക. ഓ നബിയേ, അങ്ങയുടെ ഹൃദയം നമ്മൾ ഈ ലോകത്തിനും പാരത്രിക ലോകത്തിനും മുഴുവനും വിശാലമാക്കി തന്നില്ലയോ? എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാവുന്ന, എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളാകുന്ന, ആരോടും സംവദിക്കാൻ സാധിക്കുന്ന, ആരെയും ഉൾക്കൊള്ളാൻ സാധിക്കുന്ന, താങ്കളുടെ പ്രബോധനം ആരും ഉൾക്കൊള്ളുന്ന ഒരു വിശാലമായ മനസ്സ് താങ്കൾക്ക് നമ്മൾ നൽകിയില്ലയോ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സന്തോഷിപ്പിക്കുകയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവിടുത്തെ ഉൾക്കൊള്ളൽ നാം മനസ്സിലാക്കുമ്പോൾ, അവിടുത്തെ ചരിത്രങ്ങൾ നാം മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബദ്ധശത്രുവായ സഫ്വാൻ ഇബ്നു ഉമയ്യ ബദർ യുദ്ധം കഴിഞ്ഞ് മക്ക മുശ്രിക്കീങ്ങൾ വലിയ വ്യക്തിത്വങ്ങളൊക്കെ മരണപ്പെട്ടതിന് ശേഷം അവിടുന്ന് സഫ്വാൻ ഇബ്നു ഉമയ്യ സാധാരണ മക്കയിലുള്ള പ്രമുഖന്മാരൊക്കെ കഅബയുടെ ചുറ്റുഭാഗം ഇരുന്നിങ്ങനെ വർത്തമാനം പറയുന്ന, വൈകുന്നേരത്തിൽ വർത്തമാനം പറയുന്ന സമയമുണ്ട്. ആ സമയത്ത് ബദർ കഴിഞ്ഞിട്ട് ഈ സഫ്വാന് അവിടുന്ന് കഅബാലയത്തിന്റെ പരിസരത്ത് പോയപ്പോൾ അവിടെ ആരും കാണില്ല. ആ സമയത്ത് കടന്നു വരുന്നുണ്ട് ഉമൈർ ഇബ്നു വഹബ്. ആ ഉമൈർ ഇബ്നു വഹബിനോട് സഫ്വാൻ ഇബ്നു ഉമയ്യ പറയുകയാണ്, നമ്മളുടെ പ്രധാനികളെല്ലാവരും മുഹമ്മദിന്റെ അനുയായികൾ കൊന്നുകളഞ്ഞു. അതുകൊണ്ട് ആ മുഹമ്മദിനെ ഇനി ഇവിടെ ഏത് നിലക്കെങ്കിലും നമുക്ക് നശിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അതിനൊരുപാട് പ്രോത്സാഹനങ്ങൾ സഫ്വാൻ ഇബ്നു ഉമൈർ ഇബ്നു വഹബിന് നൽകിയപ്പോ ഉമൈർ ഇബ്നു വഹബ് വലിയ ധീരനും വലിയ
കഴിവുള്ള ആളും തന്ത്രശാലിയുമായിരുന്നു. അദ്ദേഹം അത് ഏറ്റെടുക്കുകയാണ്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? എൻ്റെ ഭാര്യയെയും മക്കളെയും നീ ഏറ്റെടുക്കുകയാണെങ്കിൽ ഞാൻ ആ കർത്തവ്യം നിർവഹിച്ചോളാം. അങ്ങനെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വകവരുത്താൻ വേണ്ടി, വധിക്കാൻ വേണ്ടി വിഷത്താൽ ഊട്ടപ്പെട്ടതായ വാളുമായി കൊണ്ട് ഉമൈർ ഇബ്നു വഹബ് അവിടുന്ന് മദീനയിലേക്ക് പുറപ്പെടുകയാണ്. ഞാൻ ഈ സംഭവം പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് എല്ലാവരെയും, ശത്രുവിനെയും മിത്രനെയും ഉൾക്കൊള്ളാവുന്ന അവിടുത്തെ മനസ്സിന്റെ വിശാലത മനസ്സിലാക്കാനാണ്. അങ്ങനെ ഉമൈർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വകവരുത്താൻ വേണ്ടി വിഷത്തിൽ ഊട്ടപ്പെട്ട വാളുമായി കൊണ്ട് മദീനയിലേക്ക് ചെല്ലുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അവിടുത്തെ സ്വഹാബത്തിനെയും ഒരുപാട് മക്കയിൽ വെച്ച് ദ്രോഹിച്ച വ്യക്തിയായിരുന്നു ഉമൈർ ഇബ്നു വഹബ്. ആ ഉമൈർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീടിന്റെ അടുത്തേക്ക് വരുന്ന സമയത്ത് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉമൈറിനെ കണ്ടപ്പോൾ അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവിടുത്തെ വീടിന്റെ വാതിൽക്കൽ തടയാൻ വേണ്ടി വന്ന സമയത്ത് മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമർ തങ്ങളോട് ചോദിച്ചു, യാ ഉമർ, ഉമറെ, എന്താണ് നീ ഇങ്ങനെ തടയാൻ വേണ്ടി കൈ നീർത്തി നിൽക്കുന്നത്? ആ സമയത്ത് നബിയെ, ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, മക്കയിൽ വെച്ച് അങ്ങയും അവിടുത്തെ അനുയായികളെയും ഒരുപാട് ദ്രോഹിച്ച ഉമൈർ കടന്നു വരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു വാളുമുണ്ട്. അങ്ങയെ വകവരുത്താനായിരിക്കും അദ്ദേഹം വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ അങ്ങയെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് എന്ന് പറഞ്ഞതായ സമയത്ത് മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ നബി തങ്ങളെ ഒരുപാട് ദ്രോഹിച്ച, അവിടുത്തെ അനുയായികളെ ഒരുപാട് പ്രയാസപ്പെടുത്തിയ ആ ഉമൈർ കടന്നു വരുന്ന സമയത്ത് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഉമറെ, മാറി നിൽക്കൂ, ഉമൈർ കടന്നു വരട്ടെ, ആ ഉമൈറിന് പറയാനുള്ളത് ഉമൈർ പറയട്ടെ എന്ന് പറഞ്ഞതായ സമയത്ത് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആജ്ഞ അനുസരിച്ചുകൊണ്ട് അവിടുന്ന് മാറിക്കൊടുത്തുകൊണ്ട് ഒളിഞ്ഞു നിൽക്കുകയാണ്. ആ സമയത്ത് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ബാക്കിയുള്ള സ്വഹാബത്തിനോട് വിവരമറിയിച്ചു, നിങ്ങൾ റസൂലുള്ളാഹിന്റെ വീടിന്റെ മറുഭാഗത്തിലൂടെ കാത്തു നിൽക്കണം. ഉമൈർ റസൂലുള്ളാഹിനെ എന്തെങ്കിലും കാട്ടാനാണ്, എന്തെങ്കിലും വകവരുത്താനാണ് വന്നിട്ടുള്ളതെങ്കിൽ ആ സമയത്ത് ഉമൈറിനെ തടയണം. അതിന് വേണ്ടി എന്നോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാറി നിൽക്കാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് വരുന്നില്ല, നിങ്ങളത് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞപ്പോൾ മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ഉമറിനോട് പറഞ്ഞു, യാ ഉമർ, ഉമറെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൂടെയുണ്ട്, അതുകൊണ്ട് ഉമൈർ കടന്നു വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിഷത്തിൽ ഊട്ടപ്പെട്ട വാളുമായി കൊണ്ടുവരുന്ന ഉമൈറിനെ സ്വാഗതം ചെയ്തുകൊണ്ട് വീട്ടിലേക്ക് അവിടുന്ന് ആനയിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, ഉമൈറെ, നീ എന്തിന് വന്നതാണ്? ഉമൈർ പറഞ്ഞു, നബിയേ മുഹമ്മദേ, ഞാൻ താങ്കളൊന്ന് കാണാൻ വേണ്ടി വന്നതാണ്. എന്തിനാണ് നീ എന്നെ കാണുന്നത്? ഒന്നുമല്ല, താങ്കളുടെ വർത്തമാനവും വിശേഷങ്ങളും അറിയാൻ വേണ്ടിയാണ്. എൻ്റെ വിശേഷങ്ങൾ അറിയാൻ എന്തിനാണ് നിന്റെ കയ്യിലുള്ള വാള്? ആ സമയത്ത് ഉമൈർ പറഞ്ഞു, എൻ്റെ വാള് ഞാൻ മക്കയിൽ സാധാരണ ഞാൻ ഉപയോഗിക്കുന്നൊരു വാള് മാത്രമാണ്. വാള് കൊണ്ട് ഒരു പ്രയോജനവുമില്ല എന്ന് എന്നേക്കാൾ താങ്കൾക്ക് അറിയാമല്ലോ. മക്കയിലുള്ള പ്രമുഖന്മാര് മുഴുവനും വലിയ വാളുപയോഗിച്ച ആളുകൾ മുഴുവനും ഇന്ന് 6 അടി മണ്ണിന്റെ താഴെയാണ്. അതുകൊണ്ട് വാളുകൊണ്ട് പ്രയോജനമില്ല എന്ന് എനിക്കറിയാം.
എന്ന് പറഞ്ഞ സമയത്ത് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമൈറിനോട് വീണ്ടും ചോദിച്ചു, നിന്റെ ഉദ്ദേശം പറയൂ. ഞാൻ പ്രത്യേകമായിട്ടൊരു ഉദ്ദേശവുമില്ല, അങ്ങയുടെ ജീവിത രൂപങ്ങൾ മനസ്സിലാക്കാൻ മാത്രം വന്നതാണ്. ആ സമയത്ത് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും ഉമൈറിനോട് ചോദിച്ചു, സത്യം പറയണം. ആ സമയത്ത് വീണ്ടും ഉമൈർ പറഞ്ഞത് അതേ വാക്കാണ്. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തലയെടുക്കാൻ വേണ്ടി ഒരുപാട് വാഗ്ദാനങ്ങളുമായി കൊണ്ട് സഫ്വാൻ ഇബ്നു ഉമയ്യ പറഞ്ഞയച്ച ഉമൈർ അവിടുന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ ഈ വാക്ക് ആവർത്തിച്ചപ്പോൾ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമൈറിനോട് ചോദിച്ചു, ഉമൈറേ, നിന്നെ സഫ്വാൻ പറഞ്ഞയച്ചതല്ലേ? നിന്റെ ഭാര്യയുടെയും കുട്ടികളുടെയും കാര്യം സഫ്വാൻ ഏറ്റെടുത്തുകൊണ്ട് നിനക്കൊരുപാട് പാരിതോഷങ്ങൾ നൽകിയിട്ട് എന്നെ വകവരുത്താൻ പറഞ്ഞയച്ചതല്ലേ എന്ന് ചോദിച്ചതായ സമയത്ത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുള്ളാഹ്, ഞാൻ മുഹമ്മദേ നീ അള്ളാഹുവിൻ്റെ പ്രവാചകനാണെന്ന് ഞാൻ ഇതാ സാക്ഷ്യം വഹിക്കുന്നു. കാരണം ഞാനും സഫ്വാനുമല്ലാതെ 400 ചില്ലാന കിലോമീറ്ററുകൾ ദൂരമുള്ള സ്ഥലത്ത് വെച്ച് രഹസ്യമായി ഞങ്ങൾ സംഭാഷണം നടത്തിയ ആ സംഭാഷണം മറ്റൊരാളും അറിഞ്ഞിട്ടില്ല. എൻ്റെ ഭാര്യയും കുട്ടികളും ഞാൻ ഇങ്ങോട്ടാണ് പോന്നതെന്ന് പോലും അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് നീ ഒരു പ്രവാചകനാണെന്ന് ഞാൻ സമ്മതിക്കുന്നു, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. ഞാൻ ഇനി എന്ത് വേണമെന്ന് പറഞ്ഞപ്പോ നീ ഇസ്ലാമിലേക്ക് കടന്നു വരണം എന്ന് പറഞ്ഞപ്പോ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്നക റസൂലല്ലാഹ് എന്ന് ഉമൈർ ഇബ്നു വഹബ് പറഞ്ഞെങ്കിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശത്രുവിനെ സ്വീകരിക്കാൻ അവിടുത്തെ വിശാലമായ മനസ്സ് എത്രയായിരുന്നു. അങ്ങനെ മഹാനായ ഉമൈർ ഇസ്ലാം സ്വീകരിച്ചുകൊണ്ട് അവിടുന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലായ നബിയേ, ഞാൻ എൻ്റെ കുടുംബത്തിലോ വീട്ടിലോ ഭാര്യയോടോ മക്കളോടോ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അവരെയും കൂടി ഇസ്ലാമിലേക്ക് ക്ഷണിക്കാനും എന്നെ ഇങ്ങോട്ട് താങ്കളെ വകവരുത്താൻ വേണ്ടി പറഞ്ഞയച്ച സഫ്വാനെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാനും ഞാൻ പോകട്ടെയോ എന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമൈറിന് സമ്മതം കൊടുക്കുകയാണ്. അങ്ങനെ ഉമൈർ നേരെ വീട്ടിലേക്ക് പോകാതെ മക്കയിലേക്ക് നടന്നിട്ട് അവിടുന്ന് മക്കയിലെത്തിയപ്പോ തൻ്റെ ഉറ്റ കൂട്ടുകാരനായ സഫ്വാന്റെ വീട്ടിലേക്ക് പോരുകയാണ്. സഫ്വാന്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ട് സഫ്വാനോട് പറഞ്ഞു, നീ മുഹമ്മദ് റസൂലാണെന്ന് സമ്മതിക്കണം, നീ സാക്ഷ്യം വഹിക്കണമെന്ന് പറഞ്ഞപ്പോ അവിടുന്ന് സഫ്വാൻ പറഞ്ഞു, ഖബ്ബഹകല്ലാഹ്, അല്ലാഹു തആല നിന്നെ മോശമാക്കട്ടെ, നിന്നെ നശിപ്പിക്കട്ടെ, നിന്നെ ശപിക്കട്ടെ എന്ന് പറഞ്ഞു. നീയും ആ മുഹമ്മദിൻ്റെതായ കുതന്ത്രങ്ങളിലും അവിടുത്തെ വശീകരണത്തിലും പെട്ടുപോയോ എന്ന് പറഞ്ഞതിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു തആല അലം നശ്റഹ് ലക സദ്റക, ലോകത്തുള്ള എല്ലാവരെയും ഉൾക്കൊള്ളാനും എല്ലാവരെയും സ്വീകരിക്കാനും അവിടുത്തെ വാക്കുകൾ മുഴുവനും എല്ലാവരും ഉൾക്കൊള്ളാനും ആ നബി തങ്ങൾ അവിടെ അംഗീകരിക്കാനുമുള്ള ഒരു വിശാലമായ മനസ്സ് അല്ലാഹു നൽകിയിട്ടില്ലേ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു തആല പറഞ്ഞിട്ട് അല്ലാഹു തആല പിന്നീട് പറയുന്നത്, വറഫഅനാ ലക ദിക്റക, അങ്ങയിലുള്ളതായ അതിൻ്റെ മുമ്പ് അല്ലാഹു തആല പറയുന്നു, താങ്കളുടെ കുറ്റങ്ങളൊക്കെ അല്ലാഹു ഒഴിവാക്കിയിട്ടുണ്ട്. തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉന്നത സ്ഥാനങ്ങളിലേക്ക് ഉയർത്തിയിട്ടുണ്ട്. അങ്ങയുടേതായ മഹത്വങ്ങൾ അല്ലാഹു ഉയർത്തി കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്നെ പറയുന്ന സ്ഥലത്ത് മുഴുവനും അങ്ങയെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സന്തോഷമായി അറിയിച്ച ആയത്താണ്.
എന്നാൽ മഹാനായ മൂസാ നബി അലൈഹിസ്സലാം അവിടുന്ന് അള്ളാഹുവിനോട് ചോദിച്ചിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് പൂർണ്ണമായി നൽകാത്തൊരു ഇശ്റാഹാണത്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം തൗറാത്ത് വാങ്ങാൻ വേണ്ടി തൂർ പർവ്വതത്തിലേക്ക് പോയിട്ട് അവിടുന്ന് തിരിച്ചു വരുന്ന സമയത്ത് തൂർ പർവ്വതത്തിൽ 40 ദിവസം അവിടുന്ന് ഭജനമിരുന്നിട്ട് അവിടുന്ന് അള്ളാഹു തആല തൗറാത്ത് നൽകിയിട്ട് ആ തൗറാത്തുമായി വന്നപ്പോൾ തൻ്റെ അനുയായികൾ മുഴുവനും അവർ ശിർക്കിലേക്ക് നീങ്ങിയ സമയത്ത് അവിടുന്ന് അത് ഉൾക്കൊള്ളാൻ സാധിക്കാതെ തന്നിലേക്ക് അള്ളാഹു തആല ഏൽപ്പിച്ച ആ മഹത്തായ അള്ളാഹുവിൻ്റെ ഗ്രന്ഥമാകുന്ന തൗറാത്തിന്റെ പലക വലിച്ചെറിഞ്ഞ് പൊട്ടിക്കുകയാണ്. ദേഷ്യം കൊണ്ട് മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിനിക്ക് അത് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല മുത്തു നബിയോട് പറയുന്നത്, ലോകത്തെ മുഴുവനും ഉൾക്കൊള്ളാകുന്ന, ലോകത്തുള്ള മുഴുവൻ ചരാചരങ്ങളെയും മനസ്സിലാക്കാവുന്ന, ലോകത്ത് മുഴുവനും എല്ലാം നടക്കുന്നതെന്നറിയാവുന്ന വലിയതായ വിജ്ഞാനവും വിശാലതയും അങ്ങേക്ക് നൽകിയിട്ടുണ്ട്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഊതീതു ഇൽമൽ അവ്വലീന വൽ ആഖിരീൻ. ലോകത്ത് കഴിഞ്ഞു പോയവരുടെയും ലോകത്തിന്റെ അവസാനം വരെ വരുന്നവരുടെയും വിജ്ഞാനങ്ങൾ, കാര്യങ്ങൾ മുഴുവനും എനിക്ക് അറിയിക്കപ്പെട്ടിട്ടുണ്ട്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശാലത എത്രയായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ നാം ഒന്ന് ചിന്തിച്ചു നോക്കുക. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവിടുത്തെ ഹൃദയത്തിന്റെ വിശാലത. നമ്മുടെ ശത്രുക്കൾ നമ്മളിലേക്ക് വരുമ്പോൾ നമ്മുടെ മനസ്സെന്താണ്? മഹാനായ ഹബീബുൽ വറാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടുന്ന് ഏറ്റവും വലിയ ശത്രുത കാണിച്ചിരുന്ന, മദീനയിൽ ശത്രുത കാണിച്ചിരുന്ന ഒരു ജൂതനായിരുന്നു. ഒരു ജൂത സ്ത്രീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടുന്ന് വിരുന്ന് സൽക്കരിക്കുകയാണ്. എന്ത് കൊടുത്തുകൊണ്ടാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വലിയ ഇഷ്ടമുള്ള മാംസം അവിടുന്ന് വേവിച്ചുകൊണ്ട് ആ മാംസത്തിൽ വിഷം ചേർത്തുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടുന്ന് സൽക്കരിച്ചപ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറ്റു മതക്കാരുടെ സൽക്കാരങ്ങൾ സ്വീകരിച്ചിരുന്നു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഭക്ഷണ തളികയുടെ മുമ്പിലിരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുന്ന സമയത്ത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ആ മാംസം ഒന്ന് കൈകൊണ്ടെടുത്തപ്പോൾ ആ മാംസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലായ നബിയേ, എന്നെ അങ്ങ് ഭക്ഷിക്കരുത്, എന്നിൽ വിഷം ചേർത്തിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വീട്ടുകാരോട് ചോദിച്ചു, നിങ്ങൾ ഈ ഭക്ഷണത്തിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്ന് മറുപടി പറഞ്ഞു. അവിടുന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭക്ഷണമുണ്ടാക്കിയ സ്ത്രീയോട് ചോദിച്ചപ്പോൾ അവിടുന്ന് ആവർത്തിച്ച് ചോദിച്ചപ്പോൾ അവിടുന്ന് പറയുകയാണ്, ഞാൻ അതിൽ വിഷം ചേർത്തിട്ടുണ്ട്. അവിടുന്ന് ചോദിച്ചു, എന്തിനാണ് വിഷം ചേർത്തത്? അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞ മറുപടി, നബിയെ മുഹമ്മദേ, നീ പ്രവാചകനാണെങ്കിൽ ആ ഭക്ഷണം നീ കഴിക്കുകയില്ല. കാരണം അതിൽ വിഷം ചേർത്തിട്ടുണ്ട് എന്ന് നിനക്കറിയും. അതല്ല, നീ പ്രവാചകനല്ല എങ്കിൽ നീ ആ ഭക്ഷണം കഴിക്കുന്നതിനോടുകൂടെ ഈ ദുന്യാവിൽ നിന്ന് നിന്റെ ശല്യം ഞങ്ങൾക്ക് ഒഴിവാകും. അത് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് എന്ന് പറഞ്ഞപ്പോൾ കൂടെയുണ്ടായിരുന്ന മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സമ്മതം ചോദിച്ചു, യാ റസൂലല്ലാഹ്, അങ്ങയെ ചതിച്ചു കൊല്ലാൻ വേണ്ടി ഉദ്ദേശിച്ച ആ സ്ത്രീയുടെ തലയെടുക്കാൻ എനിക്ക് അനുമതി നൽകണമെന്ന് പറഞ്ഞപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് അനുവദിച്ചില്ല. അവിടുന്ന് പറഞ്ഞത്, അവർക്ക് എന്നെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മനസ്സിലാകാത്തത് കൊണ്ടാണ് ഇന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആളുകൾ ചീത്ത പറയുന്നതും, അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടുന്ന് മദ്ഹ് പറയുമ്പോൾ എതിർക്കുന്നതും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അതുകൊണ്ടാണ് അവിടുന്ന് ഉമ്മത്തിനോട് പഠിപ്പിച്ചത്. ഉമ്മത്തെ എന്താ റസൂലുള്ള പറഞ്ഞത്? ആഖിറത്തിന്റെ കാര്യങ്ങൾ നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കണം. ആഖിറത്തിന്റെ കാര്യങ്ങളാണ് വിശ്വാസമുള്ളത്, വിശ്വാസം. അതുകൊണ്ടാണ് ഈമാൻ ഉണ്ടാവുക. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ നിസ്കരിച്ചത് കൊണ്ടോ നമ്മൾ
നമ്മൾ നോമ്പനുഷ്ഠിച്ചത് കൊണ്ടോ മറ്റ് സൽക്രമങ്ങൾ എന്ത് ചെയ്താലും വിശ്വാസമില്ലെങ്കിൽ അത് പ്രയോജനമില്ല. നമ്മൾ മരണപ്പെട്ടതിന് ശേഷം ഒരുപാട് ആളുകൾ നമ്മളെ മയ്യത്ത് നിസ്കരിച്ചാലും നമ്മുടെ ശേഷം ഒരുപാട് ദിക്റുകൾ നടത്തിയാലും പരിശുദ്ധ ഖുർആൻ ഒരുപാട് ഓതിയാലും മരണപ്പെട്ട ആൾക്ക് വിശ്വാസമില്ലേ, അദ്ദേഹത്തിന് അത് പ്രയോജനമുണ്ടാവുകയില്ല. വിശ്വാസമാണ് മാനദണ്ഡം, വിശ്വാസമാണ് ഒരു മനുഷ്യൻ്റെതായ സ്ഥാനമുയർത്തുന്നത്. അതല്ല മഹദിയായ ഖദീജത്തുൽ കുബ്രാ റളിയല്ലാഹു അൻഹാ, ആ ഖദീജ ബീബി ഫർദ് നിസ്കരിച്ചിട്ടില്ല, ആ ഖദീജ ബീബി ഫർദ് നോമ്പനുഷ്ഠിച്ചിട്ടില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ഒരിക്കൽ ഉണർത്തുകയുണ്ടായി. പുരുഷന്മാർ ഒരുപാട് പൂർണ്ണതയെത്തിയ ഒരുപാട് പുരുഷന്മാർ ലോകത്തുണ്ടെങ്കിൽ 4 സ്ത്രീകൾ മാത്രമാണ് പൂർണ്ണത കൈവരിച്ചത്. ഒന്ന് എൻ്റെ ഭാര്യയാകുന്ന ഖദീജത്തുൽ കുബ്ര, 2 എൻ്റെ മകളാകുന്ന ഫാത്തിമത്ത് സഹ്റ, 3-മത്തത് മറിയം ബീവി, 4-മത്തത് ഫിർഔന്റെ ഭാര്യയാകുന്ന ആസിയ ബീവി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പൂർണ്ണത കൈവരിച്ചതായ സ്ത്രീകളെ 4 എണ്ണമാണ് പരിചയപ്പെടുത്തിയത്. ആ 4 സ്ത്രീകൾ വെച്ച് അവിടുന്ന് മഹദിയായ ഖദീജത്തുൽ കുബ്രാ റളിയല്ലാഹു അൻഹാ 1-ാം സ്ഥാനം റസൂലുള്ള അവിടുന്ന് എണ്ണാനുള്ള കാരണം എന്താണ്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരുപാട് സ്നേഹിച്ച് ആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഖിദ്മത്ത് എടുത്ത് അവിടുത്തെ സമ്പത്ത് മുഴുവനും റസൂലുള്ളാഹിക്ക് കൊടുത്തുകൊണ്ട് അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മക്കക്കാര് പരിഹസിച്ചു. എങ്ങനെയാണ് ഖദീജയോട് ചോദിച്ചു, ഖദീജ നീ മക്കയിൽ വെച്ച് ഏറ്റവും വലിയ ധനികയാണ്, നിന്റെ ഭർത്താവ് ഫക്കീറാണ് എന്ന് പറഞ്ഞപ്പോ കേട്ട ഉടനെ ഖദീജത്തുൽ കുബ്ര അവിടുന്ന് ഖുറൈശികൾപ്പെട്ട പ്രമുഖരെയും കുടുംബക്കാരെയും വിളിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ ഭർത്താവാകുന്ന മുഹമ്മദ് ഇന്ന് ലോകത്ത് ഏറ്റവും വലിയ പണക്കാരനാണ്, എൻ്റെ സമ്പത്ത് മുഴുവനും ഞാൻ മുഹമ്മദ് നബിക്ക് ഞാൻ ഹദിയ കൊടുത്തിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ച് ആ മഹദിയായ ഖദീജത്തുൽ കുബ്ര അവിടുന്ന് മഹദിയായ ഖദീജ റളിയല്ലാഹു അൻഹാ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിറായിൽ അവിടുന്ന് പരിശുദ്ധ ഖുർആനിന് വേണ്ടി കാത്തിരിക്കുന്ന സമയത്ത് അവിടുന്ന് 8 മാസം ഗർഭമായ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 40 ദിവസം 2 നേരം അവിടുന്ന് ഇന്ന് നാം എല്ലാവരും മക്കയിലേക്ക് പോകുന്നതായ സമയത്ത് നമുക്കറിയാം ഹിറായുള്ള പർവ്വതം, ആ പർവ്വതത്തിന്റെ ഉയരങ്ങളും ആ പർവ്വതം 1400 വർഷങ്ങൾക്ക് മുമ്പ് എന്തായിരിക്കും അവിടുത്തെ അവസ്ഥ? ആ പർവ്വതത്തിലേക്ക് അവിടുന്ന് മഹദിയായ ഖദീജത്തുൽ കുബ്ര അവിടുന്ന് 8 മാസം ഗർഭിണിയായിരിക്കെ അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 2 നേരം ഭക്ഷണം ആ പർവ്വതത്തിന്റെ മുകളിലേക്ക് എത്തിച്ചിരുന്നു. ഒരുപാട് ആളുകൾ ഞങ്ങളത് കൊണ്ടേ കൊടുക്കാമെന്ന് ആവശ്യപ്പെട്ടപ്പോഴും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയ പത്നിയാകുന്ന ഖദീജത്തുൽ കുബ്ര മറ്റൊരാളത് ഏൽപ്പിക്കാതെ സ്വന്തം അവിടുന്ന് ആ കാര്യം തീരുമാനിച്ചത് ചെയ്തതുകൊണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അമിതമായി സ്നേഹിച്ച് അവിടുന്ന് അമിതമായി ഖിദ്മത്ത് ചെയ്തതുകൊണ്ട് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് മനുഷ്യ ഉൽപ്പത്തിയിൽ ഏറ്റവും വലിയ സ്ത്രീയായിക്കൊണ്ട് പൂർണ്ണതയെത്തിയ സ്ത്രീയായിക്കൊണ്ട് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തിയത് അവിടുത്തെ ഭാര്യയാവുന്ന ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹയാണ്. അത് നിസ്കാരം കൊണ്ടല്ല, നോമ്പ് കൊണ്ടല്ല, ഹജ്ജ് കൊണ്ടല്ല, മറ്റു കർമ്മങ്ങളെ കൊണ്ടല്ല. പിന്നെന്തേ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമാധാനിപ്പിക്കുകയും അവിടുത്തോട് പൂർണ്ണമായി വിശ്വസിക്കുകയും ആദ്യമായി വിശ്വസിക്കുകയും ചെയ്ത് നബി തങ്ങളെ അങ്ങേയറ്റ് സ്നേഹിച്ചത് കൊണ്ടും അവിടുന്ന് വിശ്വസിച്ചത് കൊണ്ടുമാണ്. വിശ്വാസമാണ് മാനദണ്ഡം. വിശ്വാസമില്ലാതെ മറ്റൊരു അമലുകളും നമുക്ക് സ്വീകാര്യമാവുകയില്ല. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നാം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതമാണ് അവിടുത്തെ ചര്യയാണ് അവിടുന്ന് ഇസ്ലാമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചത്. നമ്മുടേതായ ജീവിതത്തിൽ അവിടുത്തെ ചര്യകൾ വേണം. നമ്മുടെ നടത്തത്തിലും ഇരുത്തത്തിലും അതുപോലെ വസ്ത്രധാരണയിലും മറ്റു സർവ്വ കാര്യങ്ങളിലും മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ഉമ്മത്തിന് പഠിപ്പിച്ച രൂപമുണ്ട്. ആ രൂപത്തിലൂടെ നാം നടക്കുമ്പോഴാണ് അവിടുത്തെ ഉമ്മത്തിൽ പൂർണ്ണമായി നമ്മൾ പെടുക. ആഖിറത്തിൽ നമ്മെ രക്ഷപ്പെടുത്താൻ ആ മുത്തുനബി മാത്രമാണുള്ളത്. അതുകൊണ്ട് മുൻഗാമികളായ ആളുകൾ മുഴുവനും അവർ
ആഖിറത്തെ സ്വാലിഹീങ്ങളായ സലഫ് സ്വാലിഹീങ്ങളായ ആളുകൾ ആഖിറത്തിൽ സ്വർഗം ആഗ്രഹിച്ചത് കൊണ്ടോ നരകം പേടിച്ചത് കൊണ്ടോ അല്ല അമൽ ചെയ്തിരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇത്തിബാ ചെയ്യാനും അവിടുത്തെ ശരീഅക്ക് വേണ്ടിയാണ് മഹദിയായ റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹ എല്ലാ ദിവസവും 1000 റക്അത്ത് നിസ്കരിക്കുമായിരുന്നു. അവിടുന്ന് പ്രയാസപ്പെട്ട് നിസ്കരിക്കുന്നത് കണ്ടപ്പോൾ ജീവിതത്തിൽ ഒരുപാട് അമലുകൾ ചെയ്യുന്ന ആ മഹദിയോട് അവിടുന്ന് കൂട്ടുകാർ ചോദിക്കുകയാണ്, എന്തിനാണ് ഇങ്ങനെ പ്രയാസപ്പെട്ടുകൊണ്ട് നിങ്ങൾ നരകം പേടിച്ചിട്ടാണോ? നിങ്ങളുടെ അമലുകൾ അത്ര അമല് ചെയ്യുന്ന ആളുകൾ ഈ കാലഘട്ടത്തിൽ ആരാണുള്ളത്? അതല്ല സ്വർഗം മോഹിച്ചുകൊണ്ടാണോ? അവിടുന്ന് പറഞ്ഞു, ഞാൻ സ്വർഗം മോഹിച്ചത് കൊണ്ടല്ല, ഞാൻ നരകം പേടിച്ചത് കൊണ്ടുമല്ല, എൻ്റെ ഹബീബായ റസൂലുള്ളാനെ അവിടുന്ന് തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ്. റസൂലുള്ളാനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. എൻ്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാലിൽ നീര് വെട്ടിയിട്ട് വിഷമിച്ചുകൊണ്ടും അവിടുന്ന് നിസ്കരിച്ചിരുന്നു. അതുകൊണ്ട് നബി തങ്ങൾ അവിടുന്ന് സ്നേഹിക്കുകയും അവിടെ തൃപ്തിപ്പെടുത്തലുമാണ് എൻ്റെ ലക്ഷ്യമെന്ന് അവിടുന്ന് പറഞ്ഞെങ്കിൽ, പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പ്രിയമുള്ള സഹോദരന്മാരെ, നാം ഒരുപാട് പ്രയാസത്തിലൂടെയും പ്രതിസന്ധിയിലൂടെയുമാണ് കടന്നു പോകുന്നത്. എന്താണ്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുത്തെ സ്വഹാബത്തും കുറഞ്ഞ ആളുകളായിരിക്കെ വിജയിച്ചുകൊണ്ട് അവര് ഒരുപാട് കാര്യങ്ങളിൽ മുന്നേറിയെങ്കിൽ നമുക്ക് ഈമാനിന്റെ കുറവ് കൊണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് നമ്മോട് മുന്നറിയിപ്പ് നൽകിയ കാര്യമാണ്. എൻ്റെ ഉമ്മത്തിന് ഒരുപാട് പ്രയാസങ്ങൾ വരാനുണ്ട്, എൻ്റെ ഉമ്മത്തിന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരാനുണ്ട്. അവിടുന്ന് സ്വഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലായ നബിയേ, അവിടുത്തെ ഉമ്മത്ത് അന്ന് കുറഞ്ഞത് കൊണ്ടാണോ? അല്ല എന്ന് റസൂലുള്ള പറഞ്ഞിട്ട് അവിടുന്ന് പറയുന്ന അവർ മലവെള്ളത്തിലൂടെ ചവറുകളും ചപ്പുകളും പോകുന്നത് പോലെ ആരും മൈൻഡ് ചെയ്യാത്ത വിശ്വാസത്തിന്റെ ദൗർബല്യത കൊണ്ട് എൻ്റെ ചര്യയെ അവരെ വിട്ടുകളഞ്ഞത് കൊണ്ട് അവരെ ആരും ആദരിക്കുകയോ അംഗീകരിക്കുകയോ ബഹുമാനിക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്യാത്ത ഒരു കാലഘട്ടമായിരിക്കുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 1400 വർഷങ്ങൾക്ക് നമ്മോട് മുന്നറിയിപ്പ് നൽകിയ കാലമാണിത്. നാം മനസ്സിലാക്കുക. അതുകൊണ്ട് നമ്മുടെ മക്കളെയും നാം ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുക, നമ്മുടെ മക്കളെ പഠിപ്പിക്കുക. ഇന്ന് ആരാണ് ജമാഅത്തിന് നിസ്കാരത്തിന്റെ കാര്യത്തിൽ ആരാണുള്ളത്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രോഗശമയിലാകുന്ന സമയത്ത് പോലും അവിടുന്ന് ബോധം തെളിയുന്ന സമയത്ത്, അവസാന സമയത്ത് അവിടുന്ന് നിസ്കാരത്തിന്റെ കാര്യമാണ് ബോധം തെളിയുമ്പോൾ ചോദിച്ചതെങ്കിൽ, പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പങ്കെടുക്കുന്നുണ്ട്. നിസ്കാരത്തിന്റെ കാര്യം നമുക്ക് അത്ര ഗൗരവമല്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കാര്യം അവിടുത്തെ ശരിയ എന്ന് പറഞ്ഞാൽ നിസ്കാരവും ജമാഅത്തും മറ്റു കർമ്മങ്ങളും സുന്നത്തായ കർമ്മങ്ങളും നാം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇതുപോലെ കാര്യങ്ങൾ ചെയ്യുന്നതിനോടുകൂടെ അവിടുന്ന് റസൂലുള്ളാഹിന്റെ സുന്നത്ത് നമ്മുടെ ജീവിതത്തിൽ പകർത്തുമ്പോഴാണ് മൻ അഹബ്ബനി ഫഖദ് അഹബ്ബനി, മൻ അഹബ്ബ സുന്നത്തി ഫഖദ് അഹബ്ബനി, ആരെങ്കിലും എൻ്റെ സുന്നത്ത് ഇഷ്ടപ്പെട്ടാൽ അവനെ സ്നേഹിച്ചവനാണ്. നമ്മൾ ചിന്തിച്ചു നോക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്ത് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അബൂ ലുഅലുഅത്തിന്റെ കുത്തേറ്റുകൊണ്ട് സുബഹി നിസ്കാരത്തിൽ മദീനത്തെ പള്ളിയിൽ അവിടുന്ന് കിടക്കുന്ന രക്തമൊലിച്ചുകൊണ്ട് കിടക്കുന്ന സമയത്ത് അവിടുന്ന് ഒരുപാട് ആളുകൾ അവിടുന്ന് മദ്ഹ് പറഞ്ഞു. നിങ്ങൾ എന്തിനാണ് വിഷമിക്കുന്നത്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ താങ്കളെ തൃപ്തിപ്പെട്ടതാണ്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ നിങ്ങൾ തൃപ്തിപ്പെട്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എൻ്റെ കാലശേഷം ഒരു പ്രവാചകൻ ഉണ്ടാകുകയാണ്, ഉമറായിരിക്കുമെന്ന് പ്രഖ്യാപിച്ചതാണ്. അങ്ങനത്തെ താങ്കൾ എന്തിന് വിഷമിക്കണു എന്ന് പറഞ്ഞ് വിഷമിച്ച് കടക്കുന്ന സമയത്ത് ആ പറഞ്ഞ മനുഷ്യനോട് റസൂൽ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന ഉമർ തങ്ങൾ പറഞ്ഞത്, ഓ മനുഷ്യ, നീ പറഞ്ഞതൊക്കെ ഞാൻ മനസ്സിലാക്കി.
മനസ്സിലാക്കി എൻ്റെ ഹിദായത്ത് എപ്പോഴാ എൻ്റെ മരണത്തിൻ്റെ മുമ്പ് എനിക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹിദായത്ത് കിട്ടണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് ഉണർത്തി, നീ നിന്റെ ഞെരിയാണിയുടെ താഴത്തേക്ക് ഇറങ്ങിയതായ വസ്ത്രം അത് ഉയർത്തുകയാണെങ്കിൽ നിന്റെ വസ്ത്രത്തിനത് ഭംഗിയും നിന്റെ റബ്ബിനൊക്കെ അത് തഖ്വയുമാണെന്ന് ഉണർത്തിയെങ്കിൽ അവരൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തും അവിടുത്തതായ ചര്യയുമായിരുന്നു ജീവിതത്തിൽ പകർത്തിയിരുന്നത്. റബ്ബ് സുബ്ഹാനഹു വ തആല അവിടുത്തതായ ചര്യ നമുക്ക് പകർത്താൻ തൗഫീഖ് നൽകുമാറാവട്ടെ. മുത്തുനബി തങ്ങളെ സ്നേഹിക്കാൻ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സൗഭാഗ്യം നൽകുമാറാവട്ടെ. അവിടുത്തെ ചര്യ ജീവിതത്തിൽ പകർത്തി അവിടുത്തോട് ഹുബ്ബ് വെച്ചുകൊണ്ട് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ കൂടുതൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് അവിടുന്ന് ദുന്യാവിൽ നിന്ന് വിട പറയുന്നതിൻ്റെ മുമ്പ് അവിടുത്തെ ഭൂമുഖം തുറക്കുന്ന സ്വപ്നത്തിൽ കണ്ടുകൊണ്ട് ആ ഖബറിലേക്ക് വെക്കുന്ന സമയത്ത് വെച്ചതിന് ശേഷം മൂടുകല്ല് വെച്ച് കഴിഞ്ഞാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഫോട്ടോ കാണിച്ചുകൊണ്ട് ഈ ആള് ആരാണെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ നബിയാണെന്ന് പറയാൻ മുൻകൂട്ടി കാണാനുള്ള അവസരമുണ്ടാക്കാൻ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ഒരുപാട് സലാത്ത് ചൊല്ലണം. ഹബീബായ നബി തങ്ങളുടെ പേരിൽ സലാത്ത് ചൊല്ലുമ്പോൾ അള്ളാഹുവിനോട് നമ്മൾ യോജിക്കുകയാണ്. കാരണം അള്ളാഹു സലാത്ത് ചൊല്ലുന്നു. മലക്കുകളോട് യോജിക്കുകയാണ്, മലക്കുകൾ സലാത്ത് ചൊല്ലുന്നു. നമ്മോട് അല്ലാഹു തആല ആഹ്വാനം ചെയ്തതാണ് സലാത്ത് ചൊല്ലാൻ. അതുകൊണ്ട് സർവകാര്യങ്ങൾക്കും പരിഹാരമാണ്. ആഖിറത്തിൽ രക്ഷയാണ്, മഹ്ശറയിൽ രക്ഷയാണ്. അതുപോലെ മീസാൻ തുലാസ് തൂക്കപ്പെടുന്ന സമയത്തും സലാത്ത് നമുക്ക് വലിയ രക്ഷയാണ്. സിറാത്ത് പാലം കടക്കുന്ന സമയത്തും രക്ഷ സലാത്തായിരിക്കും. അതുകൊണ്ട് പ്രിയമുള്ള ഉമ്മവങ്ങന്മാരെ, സഹോദരി സഹോദരന്മാരെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ മുൻഗാമികളായ ആളുകൾ ഒരുപാട് സലാത്തുകൾ ചൊല്ലിയിരുന്നു. നാം സലാത്ത് കൊണ്ട് ധന്യമാക്കി. ഗീബത്തും നമീമത്തും ഫസാദും മറ്റുള്ളതായ അള്ളാഹു ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ചെയ്യാതെ ആ സമയം മുഴുവനും നമ്മൾ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ മേൽ സലാത്ത് ചൊല്ലാൻ സമയം കണ്ടെത്തുക. മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആഖിറത്തിൽ വരുമ്പോൾ നമ്മുടെ അമലുകൾ മുഴുവനും നിസ്വലമായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബി തങ്ങളെ സ്നേഹിക്കാനും അവിടുത്തെ പേരിൽ സലാത്ത് ചൊല്ലാനും അവിടുത്തെ ജീവിതം നമ്മുടെ ജീവിതത്തിൽ പകർത്താനും അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഇതുപോലത്തെ പരിപാടി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആഖിറത്തിൽ നമുക്ക് വലിയ ഗുണം നൽകുമാറാവട്ടെ. അതിനൊരു സബബായി ഈ പരിപാടി അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ഇതിലേക്ക് സഹകരിച്ച ആളുകൾക്ക് മുഴുവനും നൽകുമാറാവട്ടെ. ഈ പരിപാടിയിലേക്ക് മുമ്പ് പങ്കെടുത്ത ഒരുപാട് ആളുകൾ വിട്ടുപിരിഞ്ഞു. 6 അടി മണ്ണിന്റെ താഴെയാണ്. അടുത്ത പരിപാടിയിൽ നാം ആരാണ് ഉണ്ടാവുക എന്ന് നമുക്കാരും അറിയുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുടെയും ജീവിതം ഖൈറിലാക്കട്ടെ. മരണം ഈമാനോടുകൂടെയാക്കട്ടെ. മരണശേഷമുള്ള ജീവിതം സന്തോഷത്തിലാക്കി തരുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനു വേണ്ടി പ്രവർത്തിച്ച, സഹകരിച്ച, സഹായിച്ച, സംഭാവനകൾ ചെയ്ത, ശാരീരിക മാനസികമായി ഇതിനു വേണ്ടി എല്ലാ നിലക്കും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. എനിക്ക് മനസ്സിലായിക്കണം എന്ത് കുറച്ച് ഏറിപ്പോയിക്കണം. അല്ലാഹു തആല എല്ലാവരും ക്ഷമിക്കുക. അല്ലാഹു തആല കബൂലാക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്ലിസ് സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ ഈ പള്ളിയുടെ അടുത്താണ് ഒരുപാട് നമ്മൾ അടുത്ത ആളുകളൊക്കെയാണ് ഈ പരിസരത്ത്. നമ്മളിങ്ങനെ ആകാൻ പ്രവർത്തിച്ച ആളുകളൊക്കെയാണ് ഈ ഇവിടെ കിടക്കുന്നത്. അവർക്കൊക്കെ അതിൻ്റെ ഒരു സവാബ് കിട്ടണം. അവർ ഫാത്തിഹ ഓതി നമുക്ക് ദ്വാരക്ക നേരത്തെ ഫാത്തിഹ, അതായത് അവസാനത്തിന് നീട്ടി വെച്ചതാണ്. അപ്പോൾ എല്ലാവരും ഇഖ്ലാസോടുകൂടെ അത് ഓത. അല്ലാഹു തആല കബൂലാക്കുമാറാവട്ടെ.